രാക്ഷസ രാജാവായ രാവണൻ യുദ്ധക്കളത്തിൽ വീണ വാർത്ത ലങ്കയിലെത്തി. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മണ്ഡോദരി ആ ദുഃഖം താങ്ങാനാവാതെ നിലത്ത് വീണ് അലമുറയിട്ട് കരഞ്ഞു. ആ വിലാപം കേട്ട് ഭൂമി പിളരുന്നതുപോലെ തോന്നി. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. ഇടിമുഴക്കം ആ വേദനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ദുഃഖത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മണ്ഡോദരിയെ കണ്ട രാവണന്റെ സഹോദരി ശൂർപ്പണഖ അവിടെ ഓടിയെത്തിയത്. സ്വന്തം ദുരിതവും കോപവും മനസ്സിലൊതുക്കിക്കൊണ്ട് അവർ മണ്ഡോദരിയുടെ മുൻപിൽ നിന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അങ്ങീ ദുരന്തത്തിന് കാരണക്കാർ ആരാണെന്ന് നോക്കൂ. ആ വനവാസിയായ രാമനും ലക്ഷ്മണനുമാണ് നമ്മുടെ രാജാവിന്റെ ജീവൻ എടുത്തത്. ഇതോർത്ത് ദുഃഖിച്ചിരുന്നാൽ മതിയോ? അങ്ങയുടെ ദിവ്യ ശക്തി ഉപയോഗിച്ച് അവരെ ഉടൻ തന്നെ ശപിക്കൂ. ഒരു നിമിഷം കൊണ്ട് അവരെ ഭസ്മമാക്കൂ. ശൂർപ്പണഖയുടെ ഈ വാക്കുകൾ എണ്ണ ഒഴിച്ചതുപോലെ മണ്ഡോദരിയുടെ ഉള്ളിലെ കോപാഗ്നി ആളിക്കത്തിച്ചു. അവരുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീനാളങ്ങൾ ജ്വലിച്ചു. രാമനെയും ലക്ഷ്മണനെയും ശപിച്ച് തൽക്ഷണം നശിപ്പിക്കാൻ അവർ മനസ്സിലുറപ്പിച്ചു. അപ്പോഴാണ് വിവേകത്തിന്റെയും സൗമ്യതയുടെയും പ്രതീകമായ രാക്ഷസി ത്രിജട അവിടെ വരുന്നത്. ശാന്തമായ അവരുടെ രൂപം അന്തരീക്ഷത്തിലെ തീവ്രത കുറയ്ക്കുന്നത് പോലെ തോന്നി. വിനയത്തോടെ അവർ മണ്ഡോദരിയെ സമീപിച്ചു. മഹാറാണി, ക്ഷമിക്കണം, അവിടുത്തെ ദുഃഖം മനസ്സിലാകുന്നു. എങ്കിലും ഈ മഹാവിനാശത്തിന് ശ്രീരാമനെയോ ലക്ഷ്മണനെയോ കുറ്റപ്പെടുത്തുന്നത് നീതിയല്ല. യുദ്ധം തുടങ്ങാനും ലങ്കയുടെ നാശത്തിന് വഴി തുറക്കാനും കാരണമായ ശക്തി മറ്റൊന്നാണ്. അതാരാണെന്ന് വെച്ചാൽ ഹനുമാൻ തന്നെയാണ്. മണ്ഡോദരി സംശയത്തോടെ ത്രിജടയെ നോക്കി. മാതാ സീതയെ കണ്ടെത്തിയതും അവരുടെ സന്ദേശം ശ്രീരാമന് നൽകിയതും രാമന് സമുദ്രത്തിനു മീതെ പാലം പണിയാൻ തുണയായതും ലക്ഷ്മണന് വേണ്ടി ജീവൻ രക്ഷിക്കുന്ന സഞ്ജീവിനി പർവ്വതം തന്നെ കൊണ്ടുവന്നതും ഒടുവിൽ രാവണനെ ദുർബലനാക്കിയതും എല്ലാം ഹനുമാൻ തന്നെയാണ്. അദ്ദേഹം ഇതെല്ലാം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ആ വാക്കുകൾ മണ്ഡോദരിയുടെ ചിന്തകളെ മാറ്റിമറിച്ചു. രാമനോടുള്ള കോപം വഴിമാറി. അവരുടെ ക്രോധം ഈ യുദ്ധത്തിന്റെ നെടും തൂണായി വർദ്ധിച്ച ഹനുമാനിലേക്ക് തിരിഞ്ഞു. ദുഃഖത്തിലായിരുന്ന അവരുടെ മുഖം ക്രോധത്താൽ ചുവന്നു. തുടർന്ന് മണ്ഡോദരി അലറിക്കൊണ്ട് പറഞ്ഞു: എന്റെ നാഥന്റെ അന്ത്യത്തിന് കാരണമായ ഹനുമാൻ, നിന്റെ പ്രവൃത്തികൾ എന്റെ നാഥനായ രാവണന്റെ അന്ത്യത്തിന് കാരണമായതിനാൽ ആ വനവാസിയായ രാമനിൽ നിന്നുള്ള വേർപാടിന്റെ വേദന നീയും അനുഭവിക്കും. നീ അദ്ദേഹത്തിൽ നിന്ന് അകറ്റപ്പെടും. മണ്ഡോദരിയുടെ ശാപം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ശൂർപ്പണഖ അത് കേട്ട് തൃപ്തിയോടെ പുഞ്ചിരിച്ചു. അപ്രതീക്ഷിതമായി ത്രിജട മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അവരുടെ ആ രാക്ഷസി രൂപം പതിയെ മാഞ്ഞുപോയി. ത്രിജടയുടെ സ്ഥാനത്ത് ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമായ ഹനുമാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. മണ്ഡോദരിയുടെ കണ്ണുകൾ വിടർന്നുപോയി. അവരുടെ ഹൃദയം പരീക്ഷിക്കാനാണ് ഹനുമാൻ ത്രിജടയുടെ വേഷം ധരിച്ചു വന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഹനുമാൻ വിനയത്തോടെ ശിരസ് കുനിച്ചു. ശാപം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: മാതാ മണ്ഡോദരി, ശാപം ഞാൻ ശിരസ വഹിക്കുന്നു. എങ്കിലും പ്രഭു ശ്രീരാമൻ എന്റെ പ്രാണനാണ്. എങ്കിലും അങ്ങയുടെ ശാപം ഈ ലോകത്ത് എനിക്കുള്ള ഏറ്റവും വലിയ ദുരിതമാണെങ്കിലും പ്രഭു ശ്രീരാമനോടുള്ള അചഞ്ചലമായ സ്നേഹത്താൽ ഈ വേർപാടിന്റെ ദുഃഖം പോലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോഴും രാമനെ സ്നേഹിക്കുന്ന ഒരു ഭക്തന് രാമനിൽ നിന്നുള്ള അകൽച്ച എന്നത് മരണത്തേക്കാൾ വലുതാണെന്ന് ഹനുമാൻ അറിയാമായിരുന്നു. ലങ്കാധിപതിയായ രാവണന്റെ ഭാര്യയോടുള്ള ബഹുമാനം കൊണ്ടും ശ്രീരാമനോടുള്ള അർപ്പണബോധം കൊണ്ടും അദ്ദേഹം ആ ശാപം പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഹനുമാൻ സ്വാമിക്ക് ലഭിച്ച ഈ ശാപത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ മണ്ഡോദരിയുടെ ആ ശാപം ഹനുമാൻ സ്വാമിക്ക് അനുഭവിക്കേണ്ടി വന്നത് എപ്പോഴാണ്, അതായത് ഹനുമാൻ സ്വാമി പ്രഭു ശ്രീരാമനിൽ നിന്ന് നിരന്തരമായി വേർപെട്ടു പോയ ആ നിമിഷം ഏതാണ്? കമന്റ് ബോക്സിൽ പറയൂ. ജയ് ശ്രീറാം.